2 ദിവസം വീട്ടിൽ വിരുന്നുകാരും വീട്ടുകാരുമായിട്ട് ഭയങ്കര രസമായിരുന്നു കേട്ടോ. യൂസ്വാക്ക വിരുന്ന് വന്നപ്പോൾ കൊണ്ടുവന്നതാണ് ഡ്രാഗൺ ഫ്രൂട്ട്. 2 ഡ്രാഗൺ ഫ്രൂട്ട് കൊണ്ടുവന്നിരുന്നു. ഒന്നപ്പോൾ തന്നെ ഞങ്ങൾ വെട്ടി മുറിച്ച് കുറേ കഷ്ണങ്ങളാക്കി എല്ലാവരും എടുത്തു കേട്ടോ. ഒന്ന് തന്നെ ഞങ്ങൾ എടുത്ത് വെച്ചു. നമുക്ക് ഒറ്റയ്ക്ക് വെട്ടി മുറിച്ച് തിന്നാമെന്ന് പറഞ്ഞ് എടുത്ത് വെച്ചതാണ് കേട്ടോ. അതൊന്ന് വീഡിയോയിൽ കാണിക്കും ചെയ്യാമല്ലോ. അങ്ങനെ എടുത്ത് വെച്ചതാണിത്. പക്ഷേ ഇത് ആർക്കും അത്ര ഇഷ്ടമുണ്ടായിരുന്നില്ല. ഞങ്ങളൊരു മുമ്പ് ഒന്ന് ടേസ്റ്റ് നോക്കാൻ വാങ്ങിയിരുന്നു. അന്ന് 90 വില ഉണ്ടായിരുന്നു കേട്ടോ ഇതിന്. ഞാൻ മാത്രമേ അന്ന് തിന്നുള്ളൂ. പക്ഷേ ഇപ്പോൾ കൊണ്ടുവന്നപ്പോൾ അപ്പൂസിനൊക്കെ ഭയങ്കര ഇഷ്ടമായിട്ടോ. അപ്പൂസറ ഞാൻ തന്നെ മുറിക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് പ്ലേറ്റും കത്തിയൊക്കെ കൊണ്ടുവന്ന് മുന്നിൽ വെച്ചിട്ട് മുറിക്കുകയാണ്. ഇത് അത്യാവശ്യം വലിപ്പമൊക്കെ ഉണ്ട് കേട്ടോ. ഇതിന് നല്ല വിലയായിട്ടുണ്ടാവും. ഇതിൻ്റെ തൊലിക്കൊക്കെ തന്നെ എന്തോ ഒരു കട്ടി. ഞാൻ പറയും ഈ തൊലിയും കൂടി തിന്നോ, തൊലി കളയണ്ടാതെ. പക്ഷേ തൊലിക്കൊന്നും ഒരു ടേസ്റ്റും ഇല്ല. ഈ ഉള്ളത്തെ ഇതിന് തന്നെ പ്രത്യേകിച്ച് ഒരു ടേസ്റ്റൊന്നും ഇല്ലാത്തൊരു സാധനമാണല്ലോ. ഡ്രാഗൺ ഫ്രൂട്ടൊന്നും കാണാനേ ഭംഗിയുള്ളൂ. പക്ഷേ പ്രത്യേകിച്ച് ഒരു ടേസ്റ്റൊന്നും ഇല്ലാത്തൊരു സാധനമാണിത്. അമ്മയ്ക്കൊക്കെ ഊരി വെച്ച് കൊടുക്കുകയാണ്. അമ്മ കസാലയൊക്കെ ഇട്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. പക്ഷേ അത്ര ഇരുന്ന് തിന്നാൻ മാത്രമൊന്നും സാധനമല്ല, കുറച്ചുള്ളൂ. അപ്പൂസിന് മറ്റത് മുറിച്ചിട്ട് തന്നെ കിട്ടിയില്ല എന്നുള്ള പരാതിയായിരുന്നു. അപ്പോൾ ഇത് ഒറ്റയ്ക്ക് തന്നെ തിന്നാന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒന്ന് മാറ്റി വെച്ചതാണ്. നമുക്കിത് കുറേ പൈസ ഉള്ളത് കാരണം നമ്മളിത് എപ്പോഴൊന്നും വാങ്ങി തിന്നൂലല്ലോ. ആകെ ഒരു വട്ടം ഇത് ജീവിതത്തിൽ വാങ്ങി തിന്നിട്ടുള്ളൂ, അതും ഒരെണ്ണം. നമ്മൾ രാത്രിയത്തെ ഭക്ഷണം കേട്ടോ. ചോറ്, ചമ്മന്തി, മാങ്ങച്ചാറ്, അതേപോലെ മുട്ട വാങ്ങിയിട്ടൊരു ഓംലേറ്റ് അടിച്ചിരുന്നു. പനി ആയത് കാരണം ഹോസ്പിറ്റലിൽ പോയിട്ട് എല്ലായിടും മരുന്നുണ്ട്, അതും മുന്നിൽ വെച്ചിട്ട് ഇരിക്കുകയാണ്. പനിച്ച് കഴിഞ്ഞാൽ പിന്നെ ഒന്നും വായിക്കൊരു രുചി കിട്ടില്ലല്ലോ. പക്ഷേ ഇത്രയും ഗുളികയുള്ള കാരണം ചോറ് തിന്നല്ലാതെ വേറെ രക്ഷയില്ല. അല്ലെങ്കിൽ പിന്നെ കഞ്ഞി കുടിക്കണം. അപ്പോൾ രാവിലത്തെ ചോറാണ്, അതുകൊണ്ട് പിന്നെ ചോറിനെ തിന്നണം, കഞ്ഞിയില്ല, അതുകൊണ്ടാണ്.